ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു എന്നിവിടെ വന്നതിന്. നമ്മുടെ പുതിയ ചിത്രമായിട്ടുള്ള ഡോസ് നാളെ റിലീസാണ്. ഇപ്പോൾ അഭിലാഷിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. എന്നെ കൂടാതെ ഇപ്പോൾ കൃഷ, അശ്വിൻ, ജഗദീഷ് ഏട്ടൻ, പിന്നെ ജഗദീഷ് ഏട്ടൻ, കൃഷ്ണശങ്കർ, ഇങ്ങനെ ഒരുപാട് പേര് അഭിനയിക്കുന്ന സിനിമയാണ്. ഒരു ത്രില്ലർ ജോണറിൽ വരുന്നൊരു മൂവിയാണ്. സ്ലോ ബോൺ ത്രില്ലർ അല്ലേ, അങ്ങനെയാണത് അഭിലാഷ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെക്കേഷൻ കാലം ഞങ്ങൾ ഭയങ്കര എന്താ പറയുക, എൻ്റർടൈനേഴ്സൊക്കെ വന്ന് എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പി മൂഡിലേക്ക് ഇരിക്കുന്ന ടൈമിൽ ത്രില്ലേഴ്സൊക്കെ എങ്ങനെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് കറക്റ്റായിട്ട് ദൃശ്യം ഇന്നിറങ്ങി സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ദൃശ്യവും കൂടി ഇറങ്ങിയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒരു ത്രില്ലറിനും ഒരു സ്പേസ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ഒരു ലാസ്റ്റ് ഇയറാണ് ഡിറ്റക്റ്റീവ് ജഡൻ എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ ലാസ്റ്റ് ഇയർ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഈ വർഷമാണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നത്, ഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഈ സിനിമയിലൂടെ ഓഡിയൻസിന് തരാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാമെന്നുള്ളതാണ് പറയാനുള്ളത്. സംവിധായകൻ ഇനി സംസാരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. കുറേ വർഷക്കാലത്തെ പരിശ്രമത്തിൻ്റെ അധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് ഇപ്പോൾ നാളെ ഞാൻ എഴുതി സംവിധാനം ചെയ്യുന്ന ഡോസ് എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താ പറയണ്ടേ, വലിയ ചിത്രങ്ങൾ സക്സസ് ആവുകയും നിറഞ്ഞോടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു ചെറിയ ചിത്രം എന്ന് നമുക്ക് പറയാം. എന്നാലും കണ്ടന്റ് വൈസ് ഒരു എന്താ പറയുക, വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറാണ്. പറയുന്ന പോലെ ഒരു സ്ലോ ബേൺ ത്രില്ലർ എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ ഒരിക്കലും ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവിയല്ല. ഇപ്പോൾ ദൃശ്യം 3 ഒക്കെ ശക്തമായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു ചിത്രം, അതൊരു മിസ്റ്ററി ജോണറിൽ പെടുന്ന പടം തന്നെയാണ് നമ്മുടെ സിനിമയും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സിനിമ എല്ലാവരിലേക്കും എത്തുക, ഈ ചിത്രത്തെക്കുറിച്ച്. കാരണം ഒരു പുതുമുഖ സംവിധായകൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു സിനിമ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളൊക്കെ മറികടക്കണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും നാളെ തിയേറ്ററിൽ ഡോസ് സെക്കൻഡ് ഒപ്പീനിയൻ ചിത്രം കാണണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. വീണ്ടും അതേ സാധനം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഈ പടത്തിൽ വിവേക് തരകൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഈ പടത്തിൽ നടക്കുന്ന കുറേ ഭയങ്കര ഡെഡ്ലി ക്രൈംസും ഒരു ഹോസ്പിറ്റൽ സംബന്ധിച്ച് ഒരു മെഡിക്കൽ ത്രില്ലർ എന്ന ഒരു കഥയിൽ എൻ്റെ ഒരു അന്വേഷണമാണ്, എൻ്റെ ഒരു ട്രാക്കും ഈ ഡോക്ടർ പ്രകാശ് എന്ന് പറയുന്ന സിജു ബ്രോയുടെ ക്യാരക്ടറും എൻ്റെയും ഒരുമിച്ച് ഇങ്ങനെ വർക്ക് ചെയ്ത്, അയാൾ മെഡിക്കൽ സൈഡിൽ നിന്നും ഞാൻ നിയമത്തിൻ്റെ സൈഡിൽ ഒഫീഷ്യലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെനിക്ക് ഒരുപാട് നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു. അഭിലാഷ് ഭായ്, നരേശൻ മുതൽ എനിക്ക് തോന്നുന്ന എല്ലാ ഇവിടെ ഉള്ള കാസ്റ്റിന് മൊത്തം ഒരേപോലെ തന്നെയാണ് ആയിരുന്നു കൺവിൻസിങ്ങും. കാരണം അത്രത്തോളം കൺവിൻസിങ് ആയിരുന്നു നരേഷനും. നമ്മൾ ചോദിച്ച ചില സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ എല്ലാം അതിനൊരു ഉത്തരവും വളരെ നീറ്റായിട്ട് പാക്ക് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് ഒരു ഡീസൻ്റ് ആയിട്ടൊരു ത്രില്ലർ എന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ ഒരു ത്രില്ലർ ഈ സബ്ജക്റ്റിലൊക്കെ വന്നിട്ട് കുറേ ആയി. എനിക്ക് തോന്നുന്നു കുറേ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ തന്നെ ലാസ്റ്റ് ചെയ്തത് 1000 BBs എന്ന് പറയുന്നൊരു ഇത്. അപ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് ത്രില്ലറാണ്. അപ്പോൾ അങ്ങനെ ഇത് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള എല്ലാ എലിമെൻസും ഇതിലുണ്ട്. അത് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ കഴിയുന്നു. നമ്മുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഭീകര ഒരു വർക്കിംഗ് ടീമാണ്. അപ്പോൾ ഐ തിങ്ക് ഈ ഒരു ടീം വർക്ക്
വിജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ. താങ്ക് യു അഗൈൻ, നിങ്ങളെല്ലാവരും വന്നതിനും താങ്ക് യു സോ മച്ച്. നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ എത്തിപ്പെട്ട എല്ലാവരോടും നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ഇപ്പോൾ സിജു ചേട്ടൻ്റെ കൂടെ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഹാപ്പി വെഡിങ്ങിന് ശേഷം 10 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു പടം ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അരുന്ധതി എന്നാണ്. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ആദ്യം തന്നെ ഡയറക്ടറായ അഭിലാഷ് ചേട്ടനോട് താങ്ക് യു, എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. ഒത്തിരി പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാ ക്യാരക്ടർക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ സിജു ചേട്ടൻ്റെ ക്യാരക്ടർ ആയാലും എല്ലാവരുടെ ക്യാരക്ടർക്കും അതിൻ്റെതായ ഒരു സ്പേസും. എല്ലാവരും അടിപൊളി പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് എടുത്തൊരു പ്രോസസ്സാണ്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാളെ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് കൃഷയാണ്. ഇതെൻ്റെ 3ാമത്തെ പടമാണ്. B32 മുതൽ 44 വരെ റോന്ത് കഴിഞ്ഞിട്ട് ഡോസ് എൻ്റെ 3ാമത്തെ സിനിമയാണ്. ഇതിലെൻ്റെ ക്യാരക്ടറിൻ്റെ പേര് റാഗിത്തയാണ്. ഈ പടം അഭിലാഷൻ്റെ പറഞ്ഞ മാതിരി ഒരു ക്രൈം ത്രില്ലർ, ഒരു മെഡിക്കൽ ത്രില്ലറാണ്. സോ പ്ലീസ് ഡു ഗോ ആൻഡ് വാച്ച് ഇറ്റ് ആൻഡ് തിയേറ്റേഴ്സ് നിയർ യു. മെയ് 22-ാം തീയതി റിലീസായിട്ട്. ഈ എസ്പെഷ്യലി ഗോപി സുന്ദർ സാറുടെ മ്യൂസിക് ഇപ്പം വരെ കിട്ടിയിരിക്കുന്ന സിംഗിളിൽ കിട്ടിയിരിക്കുന്ന ലവും ട്രെയിലറിന് കിട്ടിയിരിക്കുന്ന ലവും അതങ്ങനെ തിയേറ്ററിലേക്ക് ട്രാൻസ്ലേറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ഓഫ് യുവർ സപ്പോർട്ട് ആൻഡ് ഹോപ്പ് ടു സീ യു. പ്രത്യേകിച്ച് എനിക്ക് വീണ്ടും എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് നന്ദി. ആൻഡ് വൺ ഓഫ് അവർ കോ പ്രൊഡ്യൂസേഴ്സ് ഇസ് ഹിയർ. So thank you for making this film happen. അതെന്തായാലും പറയണം, ഈ വേദിയിൽ വെച്ച് തന്നെ പറയണം. താങ്ക് യു സോ മച്ച്. ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ സിനിമ ഒരുപാട് നാളായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, ഇപ്പോൾ ഒരു മലയാളം സിനിമയുടെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു പ്രൊഡക്ഷനൊക്കെ ഒപ്പിച്ചെടുക്കാനും. അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു, ഒന്നും വിജയിക്കുന്നില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അഭിലാഷം ഒരുപാട് നാളായി സിനിമ ചെയ്യണമെന്ന് വിചാരിച്ച് 2018 തൊട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയും വൈകി കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് നല്ലൊരു സംവിധായകൻ്റെ സിനിമകൾ വരാനായിട്ട് ഇനിയും വൈകും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നന്ദി. അങ്ങനല്ല, ഇപ്പോൾ എന്താ പറയുക, നല്ല സിനിമകൾ ഇപ്പോൾ എനിക്കും എൻ്റെ കരിയർ വൈസ് ഗുണം ചെയ്യണം തീർച്ചയായിട്ടും. അപ്പോൾ ഈ സിനിമ വന്നു കഴിഞ്ഞാൽ എനിക്കും കരിയർ വൈസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം നമ്മൾ എല്ലാ സിനിമകൾക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നല്ല. അപ്പം എനിക്ക് വിശ്വാസമുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഹിറ്റടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാശ് കൂടുതൽ എനിക്ക് കിട്ടുമല്ലോ. എവിടെ ഷാൻഡോ ബ്രോ കാണാനല്ലോ, അത് പറഞ്ഞപ്പോൾ ഇവിടെ കാണാനല്ലോ എന്നാണ്. ഷാൻഡോ ബ്രോ ആണ് എൻ്റെ പ്രൊഡ്യൂസർ, സിനിമാറ്റിക് പിക്ചേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ എനിക്കോട് ഇതിൽ ഒരുപാട് ടെക്നീഷ്യൻസും അങ്ങനെയൊക്കെ നിന്നിട്ടാണ് സിനിമ ചെയ്തേക്കണേ. അപ്പോൾ അതെല്ലാം സിനിമയോടുള്ളൊരു പാഷനും അല്ലെങ്കിൽ വർക്കിനോടുള്ളൊരു പാഷനും ഇതൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും അങ്ങനെ ഒരു കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതാണെങ്കിലും നിങ്ങൾക്ക് വിഷ്വലി സിനിമ കാണുമ്പോൾ ഒരിക്കലും അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഒരു വലിയ സിനിമയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. കാരണം ഇതിൽ ടെക്നിക്കലി പുറകിൽ നിന്നേക്കുന്ന എല്ലാവരും തന്നെ അവരുടെ 200% എഫേർട്ട് ഇട്ടാണ് ഈ സിനിമ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഈ സിനിമ തരും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. പ്രത്യേകിച്ച് മസ്കറ്റ് മൂവി മേക്കേഴ്സും കൂടി. ഇവരെല്ലാവരും ഒരു മസ്കറ്റിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ്. ഇവർ ആദ്യം ചെയ്ത സിനിമ വിശേഷം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമയാണ് ഈ സിനിമ. അതെ, നമുക്ക് ഒരു ഭാഗ്യം എന്താന്ന് വെച്ചാല് ഇതുപോലത്തെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയില്ലോ. ഇങ്ങനെ ആ ഒരു സന്തോഷമാണ്. കാരണം ഇന്നും എനിക്ക് ഒരുപാട് പേര്, നമ്മൾ ബ്രോക്കും ശരി എനിക്കും ശരി, സോ മെനി പീപ്പിൾ ഹു
who are with their pitch decks. അപ്പോൾ അവരുടെ വേദന എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി നമുക്കൊരു ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുപാട് ടീംസ് ഉണ്ട്. അപ്പോൾ അവർക്കും ഇതുപോലെ പ്രൊഡക്ഷൻ ടീംസ് എത്തിപ്പെടണം എന്നാണ്. ഒരുപാട് നല്ല സിനിമകൾ വെയിറ്റിംഗിലാണ്. അതൊക്കെ ഓരോരോ പിച്ച് ഡെക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരാള് കിട്ടാത്തത് കൊണ്ട്, ഒരു പ്രൊഡ്യൂസർ കിട്ടാത്തത് കൊണ്ട്, അത് ഒരു നമ്മൾ വിചാരിക്കുന്നേക്കാളും ഒരുപാട് കണ്ടന്റ് അവിടെ ഉണ്ട്. സോ ഐ എം ഹാപ്പി ഫോർ അഭിലാഷ് ഇൻ ദാറ്റ് വേ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും കറന്റ് സിറ്റുവേഷനും ഭയങ്കര രസമുള്ള സിറ്റുവേഷനാണ്. കാരണം നല്ല സിനിമകൾ കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് നന്നായിട്ട് അത് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞത് തളരരുത്. You will land up like us one day. അപ്പോൾ അത്രേ ഉള്ളൂ. എന്താ നിങ്ങളൊക്കെ ചോദിക്കാനുണ്ടോ? എന്താണ് നിങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഇതായിരിക്കില്ലേ? നമസ്കാരം. അപ്പോൾ ഒരു നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ സ്ലോ ബേൺ ചിത്രങ്ങൾ ഇപ്പോൾ എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊരു സ്ലോ ബേൺ ചിത്രമാണ്. മെഡിക്കൽ നമ്മൾ ഒരുപാട് ത്രില്ലേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു സബ്ജക്റ്റ് അപ്പോൾ ഇതിൽ പ്രൊഡക്ഷന്റെ ഭാഗം കൂടിയാണല്ലോ. അപ്പം ഈ സബ്ജക്റ്റ് കേട്ട സമയത്ത് ഞാൻ ഇതിൽ പിച്ച് ചെയ്യണം, ഇതിന്റെ ക്യാരക്ടർ പിച്ച് ചെയ്യുന്ന കൂടി ഞാൻ പ്രൊഡക്ഷൻ കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് ഇടുമ്പോണ്ടെന്നൊരു പേടിയുണ്ടല്ലോ. എങ്ങനെയാണ് കഥയാണോ താങ്കളെ അട്രാക്ട് ചെയ്തത്, അതോ പ്രൊഡക്ഷൻ വൈസ് ഇതൊരു സിഗ്നേച്ചർ ആകും എന്നൊരു ഇത് തോന്നിയോ? ഇതിന്റെ സ്റ്റോറി എനിക്ക് നറേറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അന്ന് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഭിലാഷ് നല്ലൊരു മേക്കറാണെന്നുള്ളൊരു ഇതെനിക്കറിയായിരുന്നു. കാരണം എൻ്റെ അടുത്ത് അഭിലാഷ് നറേഷന് വേണ്ടി വരുന്ന സമയത്ത് അന്നേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ വേറൊരു സിനിമ ചെയ്യാനായിട്ടായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അത് സംഭവിച്ചില്ല. പിന്നീട് സംഭവിക്കും, അതിനുള്ള പ്ലാനുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷിനും നറേഷനും പരിപാടികളൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒരു സിനിമ കാണുന്ന ഫീല് നമുക്ക് കിട്ടും. അത് എല്ലാ നറേഷനിലും ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്നല്ല, നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് ഡൈവേർട്ടായി പോകും, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്നല്ല. പക്ഷെ അഭിലാഷ് നറേഷൻ തന്ന സമയത്ത് ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയും ടുവേർഡ്സ് എൻഡ് വരെ ഒരു പിടി കിട്ടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അന്വേഷണം നടത്തുമല്ലോ. ഇപ്പോൾ ഒരു ഓഡിയൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു ത്രില്ലർ കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കുറേ അന്വേഷണം നടത്തുമല്ലോ. അപ്പോൾ ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇത് ടുവേർഡ്സ് എൻഡ് ഓഡിയൻസിന് ഒരു ഹൈ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ വിജയിക്കും. ത്രില്ലേഴ്സിൻ്റെ എപ്പോഴും അങ്ങനെയാണല്ലോ. ടുവേർഡ്സ് എൻഡ് ഒരു സാധനം കിട്ടിക്കഴിയുമ്പോൾ ഓഡിയൻസിന് ആ ഒരു സംഭവം കിട്ടും. അപ്പോൾ ആ ഒരു സംഭവം ഡോസിലുണ്ടെന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങിയത്. ഇപ്പം ഞാൻ പണിയെടുത്തതിന് കുറച്ച് കാശ് വാങ്ങിച്ചെന്നുള്ളൂ, അല്ലാതെ ഞാൻ പൈസ കുറച്ച് കാശ് വാങ്ങിച്ചിട്ട് പണിയെടുത്തെന്നുള്ളൂ, ഫുൾ പണിയെടുപ്പിച്ചു. അപ്പോൾ പടം സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഈക്വലി ബെനിഫിഷ്യൽ ആണല്ലോ, എല്ലാവർക്കും ബെനിഫിഷ്യൽ ആണ്. ഇപ്പോൾ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫിനാൻഷ്യൽ വൈസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഈക്വലി ബെനിഫിഷ്യൽ ആണ്. അപ്പം അങ്ങനത്തെ കൊളാബറേഷൻ നല്ല സബ്ജക്റ്റുകൾക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ സിനിമ സംഭവിക്കുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ കോണ്ടന്റ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ആ ഒരു കോണ്ടന്റ് അത്രയും എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ അതിങ്ങനെ ഇരുന്നിരുന്ന് പോകുമ്പോൾ നമുക്കും ആ എക്സൈറ്റ്മെന്റ് പോകും. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റുകൾ ഇങ്ങനെ ഓരോ വെള്ളിയാഴ്ച കൂടുന്തോറും ഓഡിയൻസിന്റെ ഇതും മാറിക്കൊണ്ടിരിക്കുകയാണ്, ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് വൈകി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോണ്ടന്റുകൾ ഇറക്കാന്നുള്ളൊരു ഇതിലും കൂടിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നോർമലി ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച് ഒരു ഡ്രീം ഉണ്ട്, ഫസ്റ്റ് ഫിലിം എന്നുള്ളത്. ഡയറക്ടഡ് ബൈ ആ പേര് സ്ക്രീൻ കാണുന്ന ഒരു മൂമെന്റ് ഉണ്ടല്ലോ, ആ മൂമെന്റ് നാളെ സാധിക്കാൻ പോവാണ്. അപ്പം ഇത്ര നാളുണ്ടായ പ്രത്യേകിച്ച് ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകനെ അത് ഓരോ 10 മിനിറ്റിൽ അത് എൻഗേജ് ചെയ്യിച്ച് അല്ലെങ്കിൽ അടുത്ത് എന്തെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിച്ച് നിർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. അപ്പൊ നാളെ അതിന് റിസൾട്ട് വരാൻ പോവാണ്. എത്രത്തോളം ടെൻഷനാണ്, എത്രത്തോളം പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു? അത് ടെൻഷൻ ഇല്ലാന്നോ പറയാൻ പറ്റില്ല, ടെൻഷനുണ്ട്. കാരണം അത്രയും കുറേ നാളത്തെ അധ്വാനമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മീഡിയ പ്രവർത്തകനായിരുന്നു. ഏഷ്യാനെറ്റ്
പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. ഇപ്പോൾ ചോദ്യം ചോദിച്ച ബ്രോയുടെ പ്രോഗ്രാമിൽ ഞാൻ ആങ്കറായിട്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 5-6 വർഷം മുമ്പ് നമ്മൾ ഇടക്കാട് ബറ്റാലിയൻ ഇന്റർവ്യൂ ഞാനായിരുന്നു ബ്രോയെ ഒന്ന് ക്യാമറ ചെയ്തത്. അപ്പോൾ അത് നമ്മൾ കുറേ വിനയൻ സാറിന്റെ ഇന്റർവ്യൂ ഒക്കെ ആ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ സിനിമയേക്കാൾ വലിയ ടിസ്റ്റുകൾ, കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതിലെത്തി നിൽക്കുമ്പം ടെൻഷൻ അല്ല, കാരണം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു. അത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തൊട്ട് അതിന്റെ റിസർച്ച് ചെയ്യുമ്പോൾ മുതൽ ആ സമയത്തെല്ലാം കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ നമ്മൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ബാക്കി ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്, അതുകൊണ്ട് ബാക്കി ദൈവത്തിന്റെ കയ്യിലും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ കയ്യിലുമാണ്. ഇത് എങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്തു വെക്കുന്ന എല്ലാം ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. കുറച്ച് നമ്മുടെ ഇഷ്ടവും കുറച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ള രണ്ടും കൂടിയുള്ള ഒരു മിക്സ് ആയിരിക്കും നമ്മുടെ പടം. എന്തായാലും നിരാശപ്പെടുത്തില്ല. കണ്ടിട്ട് ഒരാൾക്ക് ഉറപ്പായിട്ടും പറയാം, കാശ് പോയിന്ന് ഒരു കാരണവശാലും പറയില്ല. അത് എൻ്റെ ഉറപ്പാണ്, 100%. എൻ്റെ ഉറപ്പാണ്, ഞങ്ങളെല്ലാവരും ഉറപ്പാണ്. തീർച്ചയായിട്ടും എന്തായാലും നമ്മളെല്ലാവരും ഈ സിനിമ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നറേഷൻ കഴിഞ്ഞിട്ട് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് അത്രയും എക്സൈറ്റ്മെന്റിലാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും അത് ഓഡിയൻസിന് കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. എന്തായാലും ഒരിക്കലും മോശമാവില്ല സിനിമ. എന്തായാലും ആൾക്കാർക്കൊരു സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കിട്ടിയിട്ടൊരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളൊരു വിശ്വാസം തന്നെ ഉണ്ട്. തമിഴ് സിനിമയിലും കൂടി ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് അവിടെ മലയാള സിനിമയുടെ ഒരു ഇംപ്രഷൻ എന്താണെന്ന് ക്രൗഡിലായാലും അല്ലെങ്കിൽ ഇവിടുത്തെ കലാകാരന്മാരുടെ ഇടയിൽ ഉള്ള ഒരു ടോക്കായാലും ഏത് ചർച്ചകളായാലും മലയാള സിനിമയെ കുറിച്ച് അത്രയും വലിയൊരു ഓറയാണ് മലയാള സിനിമ നിൽക്കുന്നത്. അത്രയും വലിയ ഓറയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം കൂടുതൽ നമ്മളിവിടെ നല്ല സിനിമകൾ പ്രോത്സാഹിച്ചായി അക്രോസ് ദീസ് ബോർഡേഴ്സ് മലയാള സിനിമയുടെ ഓറ ഇങ്ങനെ വലിയതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും പാൻ ഇന്ത്യൻ ലെവലിൽ നമ്മൾ പാൻ ഇന്ത്യൻ അക്രോസ് ഇന്ത്യ, നോർത്ത് ആയാലും ബോളിവുഡിലായാലും ഏത് ഇൻഡസ്ട്രിയിലായാലും മലയാള സിനിമയെക്കുറിച്ച് ഒരു ചർച്ച വേറെ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ എൻകറേജ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ പുതിയ സിനിമകളായാലും വലിയ വലിയ താരങ്ങളുടെ ആയാലും പുതിയ ടീമുകളുടെ ആയാലും ഐ എം സോ ഹാപ്പി ഫോർ വാഴ 2's ടീം. എവറി സിംഗിൾ ടീം ഇസ് കമ്മിങ് അപ്പ് വിത്ത് സംതിങ് വേർ അവർ മലയാള സിനിമ ഒരിക്കലും ഇനി എന്താ പറയുക, ഇനി അപ്സ്കെയിലേ ഉള്ളൂ, ഇനി ഈവൻ ഇൻ വേൾഡ് ലെവൽ. അപ്പോൾ ഞാൻ പറയുന്നത് ഐ തിങ്ക് ദോസ് ക്യാൻ കോൺഫിഡൻ്റ്ലി ജോയിൻ ദറ്റ് ലിസ്റ്റ് ഓഫ് ഗുഡ് സിനിമ. സോ പ്ലീസ് ഡു സപ്പോർട്ട്. താങ്ക് യു. ചേട്ടാ, നോർമലി പറയുന്ന പോലെ ഒരു കണ്ടുവരുന്നൊരു പ്രക്രിയയാണ്. അതായത് ഒരു വലിയ വലിയ പടങ്ങൾ വരും, വലിയ താരങ്ങളുടെ പടങ്ങൾ വരുമ്പോൾ ബാക്കിയുള്ള പടങ്ങളൊന്നും മാറ്റി പിടിക്കും. കാരണം വെച്ചാൽ ഒന്ന് സേഫ് ആവാനല്ല, തിയേറ്ററിൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് ദൃശ്യം ഇറങ്ങി തിയേറ്ററിൽ നല്ല റെസ്പോൺസുകൾ വന്നിട്ട് നല്ല കാര്യം. അപ്പോൾ നാളെ തന്നെ ഈ സിനിമ ഇറക്കുമ്പോൾ പേടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ, തിയേറ്ററുകളിൽ എങ്ങനെയായിരിക്കും റിയാക്ഷൻ? ഇല്ല, അങ്ങനെ പേടിയില്ല. കാരണം ദൃശ്യം എന്തായാലും ഹിറ്റായി. അപ്പൊ എന്തായാലും ഓവർഫ്ലോ ഉണ്ടാവും. ആ ഓവർഫ്ലോ വന്ന് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ സന്തോഷം. എന്താ പറയുക, വാഴ അടയുമ്പോ ഹാപ്പി വെഡിങ് ഇറങ്ങുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. ആരാൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു, സൈലന്റ് ആയിട്ട് ഒന്ന്, നീ അല്ല ചോദിച്ചത്? നീ ചോദിച്ചത് സൈലന്റ് ആയിട്ട് ഒന്ന് ഹിറ്റ് അടിക്കാനുള്ള പരിപാടിയില്ലായിരുന്നു. ഹാപ്പി വെഡിങ് അതുപോലെ ആയിരുന്നു, സൈലന്റ് ആയിട്ട് ഒന്ന് അങ്ങനെ ഹിറ്റ് അടിച്ചായിരുന്നു. അറിയില്ല, ഞാനും ദൃശ്യം 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണ്. സൈലന്റ് ആയിട്ട് ഹിറ്റ് അടിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ ദൃശ്യം, ഇവിടെ ദൃശ്യം. അതന്നെ, അവിടെ ദൃശ്യം, ഇവിടെ ദൃശ്യം. അല്ല, ഞങ്ങളിന്ന് ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നൊരു ടൈമിൽ ഈ സിനിമ ഇറക്കാൻ പറ്റിയുള്ളൊരു സന്തോഷമുണ്ട്. കാരണം ആളുകൾ തിയേറ്ററിലേക്ക് വരണം. ഇപ്പം ദൃശ്യം ഹിറ്റായതോടുകൂടി തന്നെ ആളുകൾ എന്തായാലും തിയേറ്ററിൽ സിനിമ കാണാൻ വരും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലോ, വാഴ നനയുമ്പോൾ എൻ്റെ ഒപ്പം ഞാൻ എന്താ ചെയ്യും, ഞാൻ ചെറിയ ചെറിയ ചീരയൊക്കെ ഒന്ന് നനഞ്ഞോണ്ട് എല്ലാ സിനിമയും വിജയിക്കണം. അതെ അതെ, എല്ലാ സിനിമ നല്ല സിനിമ വിജയിക്കണം. എല്ലാവരും ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എഫേർട്ട് എടുത്ത് അങ്ങനെ ചെയ്യുന്നത്. ഒരു എന്റർടൈൻമെന്റ് ബിസിനസ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സിനിമകളും വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി എല്ലാ സിനിമകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ലാലേട്ടൻ തന്നെ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, സിനിമ ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അതിന്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് എടുക്കുക, എന്താണെങ്കിലും. അപ്പോൾ നമ്മൾ അതിനെ പേടിച്ചിരുന്നിട്ടോ
അങ്ങനെ കാര്യമില്ല. എനിക്കിപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒരുപാടായി. എൻ്റെ ഓരോ വെള്ളിയാഴ്ചകൾ ഇപ്പോൾ അഭിലാഷനാണ് ഇതിപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഒരാളാണ്. ആദ്യത്തെ സിനിമയാണ് അന്ന് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അഭിലാഷിൻ്റെ. അപ്പോൾ അഭിലാഷിന് എന്തായാലും നല്ല ടെൻഷൻ ഉണ്ടാവും. കാരണം അഭിലാഷ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ ടെൻഷൻ അടിച്ചൊക്കെ നടക്കുന്ന ആളാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അത് ഏറ്റവും നന്നായിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഡോസ് ഉണ്ടാക്കിയ ആള് ഈ ടെൻഷന്റെ ഡോസിനെ കുറിച്ച് അറിയില്ല. അതെ, ടെൻഷന് എന്ത് ഡോസ് എടുക്കാം. എന്തായാലും ആദ്യത്തെ സിനിമ ഇറങ്ങുമ്പോൾ ടെൻഷൻ എന്തായാലും ഉണ്ടാവും. ഞാനതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ഇപ്പൊ പഠിച്ചു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നേരത്തെ ഇതുണ്ട്. പക്ഷെ ഈ സിനിമ വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. കാരണം നമുക്കതുപോലത്തെ സിനിമകൾ ചെയ്യാനായിട്ട് ഓരോ സിനിമ ഹിറ്റ് അടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഭിലാഷ് എന്ന് പറയുന്നൊരു മേക്കർ ഇവിടെ മലയാള സിനിമയിൽ വരണം എന്നുള്ളതുണ്ട്. നമ്മളടുത്ത പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ സിനിമയാക്കിയിട്ട് അത് ഒരുപാട് വൈകി. അത് എത്രയും പെട്ടെന്ന് തന്നെ സിനിമയാക്കി ഓഡിയൻസിന് മുന്നിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നേരെ മീഷയാണ് പോലീസ്, അത് പോലീസ് ക്യാരക്ടർ തന്നെയാണ് അത്. അതെ, നേരെ അതിലേക്ക് വേണമെങ്കിൽ കയറാം. ആ സാറേ, ഇപ്പൊ സാർ ഇതില് ഹീറോയിനായിട്ട് അഭിനയിക്കുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ല സോറി, നടനെ സാർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാർ ആ ക്യാരക്ടർ നോക്കണം, പടത്തിന്റെ മറ്റ് ചെലവുകളും നോക്കണം. ആ പ്രോസസ് എങ്ങനെ സാർ എൻജോയ് ചെയ്യുന്നതാണ്? ഞാൻ ഇതിനകത്ത് ചെലവുകളൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ പണിയെടുക്കുന്നതിന്റെ കാശ് കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ഫണ്ട് ഇതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷന്റെ ആവശ്യമില്ലല്ലോ. ഫ്രീ ആണ് പണിയെടുക്കുന്നത്, ഫ്രീ ആയിട്ട്. അതെ, പക്ഷെ അതിന്റെ പുറകെ എനിക്കും ടെൻഷൻ ഉണ്ടാവും. നടന്മാര് പൊതുവെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ സിനിമകൾ വരുമ്പോ സിനിമക്ക് ഗുണം ചെയ്യുമോ? ആ, ഉണ്ടാവില്ല, ഗുണം ചെയ്യുള്ളൂ. അപ്പൊ അവർക്കും ഗുണം ചെയ്യും. എന്തോരം പേര് ഇപ്പൊ റീസെന്റ് ടെക്നീഷ്യൻസ് ആണല്ലോ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിനിമകൾ, പക്ഷെ മെയിൻ സ്ട്രീം സിനിമകൾ അതിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാനിപ്പോ ചെയ്തത് ഇൻഡിപെൻഡന്റ് പാരലൽ മൂവീസ് ആണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് ആസാദി. അതെ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആസ് എ പ്രൊഡ്യൂസർ. ആസ് എൻ ആക്ടർ കിട്ടിയിട്ടില്ല, അത് പിന്നീട് ഞാൻ വാങ്ങിക്കും. അതെ, കിട്ടട്ടെ. അപ്പൊ എന്താ ചോദിച്ചെന്ന്, അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോ നടന്മാര് പ്രൊഡ്യൂസ് ചെയ്യുമ്പോ പ്രശ്നമുണ്ടെന്നോ? അല്ല, അതിന്റെ ഒരു അതായത് ഇപ്പോ നടന്മാര് മുമ്പ് സിനിമയുടെ ക്യാരക്ടറും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അത് നോക്കണം. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ നടന്മാർ ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ഒരു മാനേജർ ഉണ്ട്, അവര് ഹാൻഡിൽ ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുക. നമ്മള് അഭിനയിക്കുന്ന സമയത്ത് പ്രൊഡക്ഷന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ഓവർബേർഡനാവും, അഭിനയിക്കാനൊരു ഇതുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പ്രൊഡക്ഷൻ്റെ ഇതിൽ ഒരുപാട് തലയിട്ട് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ എല്ലാ ആക്ടേഴ്സിനും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ആളുകൾ, ഒരു ടീം ഉണ്ടാവും അവരുടെ കൂടെ. അതുപോലെ തന്നെ ഓപ്പോസിറ്റിന് ഇപ്പോ മറ്റ് സിനിമകള് ഇപ്പൊ വലിയ സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മളെ സിനിമ ഇറങ്ങുന്ന സമയത്ത്. അപ്പൊ അത് നോക്കുന്നുണ്ടോ? അതായത് ഇപ്പൊ മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂക്ക ആയിക്കോട്ടെ, മറ്റേത് താരങ്ങളായിക്കോട്ടെ, നമ്മളൊരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഓപ്പോസിറ്റ് ചെയ്ത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഓപ്പോസിറ്റ് എന്നുള്ളൊരു ഫാക്ടർ നമ്മളെല്ലാവരും എന്റർടൈൻമെന്റ് ഇതിൽ ഫീൽ ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ തിയേറ്ററിലേക്ക് ഞാൻ പറഞ്ഞില്ല, ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് ആളുകൾ വരികയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ആ സിനിമ ഹിറ്റ് ആകുമ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ വരുമ്പോൾ ടിക്കറ്റ് കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയ്ക്ക് ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും ആൾക്കാർ കയറും. ഇപ്പൊ മോഹിനിയാട്ടം അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പൊ സൈസേറിന്റെ മോഹിനിയാട്ടം ഇപ്പൊ വർക്ക് ചെയ്തപ്പോൾ വാഴ ഭയങ്കര ഹിറ്റായിട്ടിരിക്കുന്ന സമയത്ത് മോഹിനിയാട്ടം വന്നപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അതും ഒരുമിച്ച് കയറി. അത് നല്ല സിനിമ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയിലും പ്രതീക്ഷയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലതാണ്. ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഓപ്പോസിഷൻ അങ്ങനത്തെ ഒരു സാധനമൊന്നും ചിന്തിക്കുന്നേ ഇല്ല. കാരണം എല്ലാ സിനിമകളും വിജയിക്കണം. ഇപ്പോൾ എല്ലാ സിനിമകൾ അല്ലെങ്കിൽ മലയാള സിനിമകൾ വിജയിക്കുമ്പോൾ അത്രത്തോളം എന്താ പറയുക, ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും പണി കിട്ടുന്ന ഒരു അവസരമല്ലേ. അപ്പോൾ
പണിയില്ലാണ്ടിരിക്കാൻ ഞങ്ങൾ വിചാരിക്കില്ലല്ലോ. സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് അത് വിജയിപ്പിക്കും. അതിന് എന്തെങ്കിലും ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു എഫേർട്ട് കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസ് തീർച്ചയായിട്ടും അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒരുപാട് എൻകറേജിങ് ആവും. അല്ല തീർച്ചയായിട്ടും തിയേറ്റർ ബിസിനസ് ഒക്കെ റണ്ണാവുന്ന അങ്ങനെയല്ലേ, നല്ല പടങ്ങൾ ഹിറ്റ് ആവുമ്പോഴാണ്. ചേട്ടാ, ഒരു ഓഡിയൻസിനെ ഇപ്പൊ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ് അല്ലേ. ഇപ്പം ആളുകൾ കൂടുതൽ ജഡ്ജ്മെന്റിലേക്കായി. ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു എവിടെ നിന്നാണ് ലൈറ്റ് സോഴ്സ് വരുന്നതെന്ന് പോലും ഓവറായിട്ട് ജഡ്ജ്മെന്റില്ല. അപ്പോൾ ഒരു സിനിമ ആസ്വദിക്കുക, ഈ പറഞ്ഞ ബിസിനസ് എല്ലാം മാറ്റി വെച്ചപ്പോൾ ഒരു സിനിമ ഒരു എന്റർടൈൻമെന്റ് മേഖല കൂടിയാണ്. ആസ്വാദനമാണ് അവിടെ പ്രധാനം. അപ്പം അവിടെ ആസ്വാദനത്തിന്റെ അളവ് കുറയുമ്പോൾ ജഡ്ജ്മെന്റിലാവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എത്രത്തോളം ടഫാണ് ഇപ്പോൾ. ആസ്വാദനത്തിന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു ഏക വഴി, അല്ലാതെ വേറൊരു വഴിയില്ല. നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റിൽ, നമ്മൾ ചെയ്യുന്ന സിനിമകൾ ആൾക്കാർക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ, ക്വാളിറ്റിയിൽ ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു നിമിഷം പോലും അതിൽ നിന്ന് കണ്ണെടുക്കാൻ മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഓഡിയൻസിനെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ സിനിമയുടെ ടെക്നിക്കാലിറ്റീസോ, ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഇതൊന്നും അറിയില്ല. പക്ഷെ ഇന്നത്തെ ഒരു ജനത എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ ടെക്നിക്കാലിറ്റീസും കട്ട്സുകൾ പോകുന്നു ഇതെല്ലാം അറിയാം. എവിടെ ലൈറ്റ് വെച്ചിരിക്കുന്നു ഇതൊക്കെ ഓഡിയൻസിന് അറിയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് എന്താ പറയുക, ഓഡിയൻസിനെ എൻഗേജ്ഡ് ആക്കി എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടന്റ് എത്രത്തോളം ഭംഗിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരു സിനിമാറ്റിക് രൂപമാണെങ്കിൽ സിനിമ ഏറ്റവും ആസ്വദിക്കാവുന്ന രീതിയിൽ ഓഡിയൻസിലേക്ക് എത്തിച്ചാൽ തീർച്ചയായിട്ടും ഓഡിയൻസ് അതിൽ നിന്ന് കണ്ടെടുക്കില്ല. അങ്ങനത്തെ സിനിമകൾ തന്നെയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന സിനിമകൾ മാത്രമേ ഇപ്പോൾ വിജയിക്കുന്നുള്ളൂ. അപ്പോൾ ആൾക്കാർ ഭയങ്കര ചൂസ് ചെയ്യണം. അപ്പോൾ എത്ര പ്രൊമോഷനും PR വർക്ക് ചെയ്ത് കഴിഞ്ഞാലും തിയേറ്ററിൽ ആൾക്കാർ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം വേർഡ് ഓഫ് മൗത്തിലൂടെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ പോകുന്നുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഒരുപാട് PR വർക്ക് നമ്മളെല്ലാം മാർക്കറ്റിംഗ് ഇത് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനിമ ഇറങ്ങണ്ടെന്നുള്ളത് അറിയാനായിട്ടുള്ള മാർഗം ഇതാണ്. എല്ലാവരിലേക്ക് സിനിമ ഇറങ്ങുന്നുണ്ടെന്നുള്ളത് എത്തിക്കണം. അത് കഴിഞ്ഞിട്ടുള്ളത്, സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ളത് ബാക്കി അവരുടെ കയ്യിലാണ്. അവർ എന്താ പറയുക, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നല്ല വേർഡ് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഉണ്ട്. ഹാപ്പി വെഡിങ്ങിൽ അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഷോ ഇവിടെ പത്മയിൽ കാണാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പേരുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ദൃശ്യയുടെ ഫാമിലി, അങ്ങനെ കുറച്ച് പേരുള്ളൂ ഹാപ്പി വെഡിങ് ഫസ്റ്റ് ഷോ കാണാനായിരുന്നു. പക്ഷേ മാറ്റിനി തൊട്ട് പടം കയറി, അതായത് അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അന്ന് ഞാനാണെന്നുണ്ടെങ്കിലും ഒരു ലീഡ് റോള് ചെയ്തിട്ടില്ല. ഞാനന്ന് പ്രേമം വരെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ക്യാരക്ടർ റോൾസാണ് ചെയ്തത്. ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് ഹാപ്പി വെഡിങ്ങിലാണ്. അപ്പോൾ അന്ന് എന്നെയും ഓഡിയൻസിന് അത്രയും പരിചയം ആയി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഹീറോ എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് എത്തിയുള്ളൂ. അത്രയും പ്രൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒരു ഇനീഷ്യൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ആദ്യത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പോലെ ഓഡിയൻസ് എല്ലാം തന്നെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ എന്താ പറയുക, വേർഡ് ഓഫ് മൗത്ത് വഴി പടം ഭയങ്കരമായിട്ട് കയറി ഒരു 25 ദിവസം സിനിമ ഓടി. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഇന്നും അതാണ് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാളിപ്പോൾ ഞാൻ സിനിമ കണ്ടെങ്കിൽ ഞാൻ ആ സിനിമ കണ്ടിട്ട് കൊള്ളാടാന്ന് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അവർക്കും കാണാനായിട്ട് തോന്നും. അത്രേ ഉള്ളൂ. വേറെ എന്റർടൈൻമെന്റ് ഒന്നുമില്ല. നമ്മുടെ ഇവിടെ അധികം എന്റർടൈൻമെന്റ്സും പരിപാടികളൊന്നും ഇല്ലല്ലോ. സിനിമയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഫുഡ് അടിക്കാൻ പുറത്ത് പോവുക, ലുലു കാണാൻ പോവുക, അല്ലെങ്കിൽ കുറച്ച് ബീച്ചേരി, അതൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കും. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് അത് ഇത് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ സിനിമയും ഓഡിയൻസിന് കാണാൻ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. എല്ലാ ആഴ്ചയിലും ഇത്ര പൈസ ഇറക്കാൻ തന്നെയാണ്. പക്ഷെ ആൾക്കാർക്ക് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് പോകും. അപ്പം അത് തന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ.